ചിൽഡ്രൻസ് ഡേക്ക് ചച്ചുമ്മ സ്കൂളിലേക്ക് പോണത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, അവരെ നോർമൽ ഡേയ്സിലുള്ള മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് അതാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആകുമ്പോൾ ഞാൻ അവനെ വിളിക്കാൻ തുടങ്ങും. അപ്പം ഇന്ന് ഞാൻ വിളിച്ചപ്പം ആൾ വേഗം തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അപ്പം അവൻ ആ ടോയ് പിടിച്ചിട്ടാണ് കിടുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അത് തന്നെയാണ് ആൾ ആദ്യം ചോദിച്ചത് കേട്ടോ. അപ്പം പതുക്കെ പതുക്കെ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാറുള്ളൂ, വാശി പിടിച്ച് എഴുന്നേൽപ്പിക്കാറില്ല. അപ്പോൾ ജോഷ്മോനെ വിളിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണുണ്ടായിരുന്നു, അവൾ എഴുന്നേറ്റു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളോട് വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നേ. ശരിക്കും എനിക്ക് രാവിലെ അപ്പനെയും മോനെയും മാത്രം വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ മതി. പക്ഷേ എൻ്റെ മോൾ ചുണ്ടിട്ട് എഴുന്നേറ്റ് വരും അപ്പനെയും ചേട്ടനെയും വിളിക്കുമ്പോൾ. അമ്മേ ഞാനും കൂടി എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ മോളാരാ? ഈശോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വേഗം തന്നെ അവനെ കൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ അത് അവൻ്റെ ഒരു റൂട്ടീനിൽ ആദ്യത്തെ കാര്യമാണ്. ബ്രഷ് ചെയ്തിട്ട് തന്നെയാണ് അവൻ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ബ്രഷ് ചെയ്യാറുള്ളത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. ഭയങ്കര കുറുമ്പുള്ള ദിവസം, വാശി പിടിക്കുന്ന ദിവസം മാത്രമാണ് നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് തന്നെ ചെയ്തോളും. അങ്ങനെ ബ്രഷ് ചെയ്ത് പിന്നെ കുളി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ വാരി കൊടുക്കും. ചിലപ്പോൾ ആൾ തനിക്ക് കഴിക്കാറുണ്ട്. ടൈം നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ടൈമൊക്കെ ഉള്ളപ്പോൾ ആൾ ഒറ്റയ്ക്ക് കഴിച്ചോളും. അതല്ല നേരം വൈകിയിരിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യലാണ്. അപ്പം അവന് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്, അത് മാത്രമേ ആൾ ഇടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇടിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ അതൊന്നും നടക്കില്ല, ഉറപ്പാണ്. അങ്ങനെ ആസ് യൂഷ്വൽ ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് വേണ്ടാന്ന് ആൾ പറഞ്ഞു. അപ്പം അവന് ബനിയനും ട്രൗസറും വേണ്ട, ഷർട്ടും പാൻറ്റും മതി. അവന് ബെൽറ്റൊക്കെ ഇട്ട് പോണതാണ് ഇഷ്ടം. ഇപ്പോൾ ട്രൗസർ തീരെ താല്പര്യമില്ല. അങ്ങനെ ഞാനൊരു ഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റിച്ച് വേഗം പോയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇച്ചായനാണ് അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടിയ കാരണം ആൾ ഡീസൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പ്രാർത്ഥന എത്തിച്ച് ഇറങ്ങും. ഇപ്പോൾ പ്രാർത്ഥന എത്തിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സാധാരണ കുഞ്ഞിപ്പെണ്ണും കൂടിയും കൊണ്ടുവന്നാക്കാറുണ്ട് കേട്ടോ. ഇന്ന് പിച്ചായൻ മാത്രമാണ് കൊണ്ടുവന്നാക്കുന്നുള്ളൂ. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ആൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ തന്നെയാണ് അവന് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇനി ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോയാൽ മാത്രം മതി.